എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓണപ്പരീക്ഷ വരുവാണ്. പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഓണപ്പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ശരിക്കും നമുക്ക് പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടു വളരെ ഈസിയാണ്. ഫസ്റ്റ് യൂണിറ്റിൽ 4 ചാപ്റ്ററാണുള്ളത്. 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൺ എന്നുള്ള പോയം, മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി, പൊറിഗല്ലു എന്ന് പറയുന്ന മെമ്മോയർ. ഈ 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. പക്ഷെ അത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. സെക്കൻഡ് യൂണിറ്റിൽ മെൻഡിങ് മോൾ എന്ന് പറയുന്നൊരു പോയം, അമേഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നൊരു 1 ആക്ട് പ്ലേ. ഈ 2 യൂണിറ്റുകളാണ്, 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് പ്ലസ് ടുവിൽ ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്ലസ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടു കുറച്ചുകൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിന് ചോദിക്കുക. കാരണം ആ ടെക്സ്റ്റിൽ തന്നെ, ആ സ്റ്റോറികളിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഫൈനൽ എക്സാമിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 2 യൂണിറ്റ്, ആദ്യത്തെ 3 യൂണിറ്റുകളിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈനൽ എക്സാമിന് കിട്ടും. അതിൽ ആദ്യത്തെ 2 യൂണിറ്റിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ളത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് കുറഞ്ഞു വരും. പ്ലസ് വണ്ണിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓണം എക്സാമിന് തന്നെ ആദ്യത്തെ 2 യൂണിറ്റ് നമ്മൾ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, ഷോർട്ട് ആൻസേഴ്സാണ്. അതിൽ 3 L's ഓഫ് എംപവർമെൻ്റ് എന്നുള്ള യൂണിറ്റ്, അത് വളരെ കോംപ്രിഹെൻസീവായിട്ട്, വളരെ സിമ്പിളായിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ നോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് പോയിൻ്റായിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോയിൻ്റായിട്ട് ആൻസർ എഴുതി വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈൻസ്, പാരഗ്രാഫ്സ് ആയിട്ട് ആൻസേഴ്സ് എഴുതാവും. 3 L's കഴിഞ്ഞിട്ട് നമ്മൾ മാച്ച് ബോക്സ് പഠിക്കും. മാച്ച് ബോക്സിൽ നിന്ന് മാച്ച് ബോക്സിൻ്റെ സമ്മറി അറിയണം. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് അറിയണം. പിന്നെ ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ട്. നോമിത, അജിത്ത്, നോമിതാസ് മദർ, അങ്ങനെയുള്ള ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ധാരാളം കോൺവെർസേഷൻസ് ഒക്കെ ചോദിക്കാം. അത് പക്ഷേ നമുക്കൊരു പർട്ടിക്കുലർ കോൺവെർസേഷൻ ഒന്നും ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, പോയിന്റ്സ്, മെയിൻ കണ്ടന്റ് ആയിരിക്കും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. പൊറിഗല്ലു കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റാണ്. പൊറിഗല്ലു ആസ് എ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അതിന് അഡീഷണൽ ആയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലെഗാദിൻ്റെ ഒരു സ്പീച്ചാണ്. ക്രിസ്ത്യൻ ലെഗാദ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം, IMFൻ്റെ ഒക്കെ ഹെഡായിട്ടിരുന്ന ആളാണ്. ഫ്രാൻസിൻ്റെ വുമൺ ഫിനാൻസ് മിനിസ്റ്ററൊക്കെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ലെഗാദിൻ്റെ വിമൻ എംപവർമെൻറ്റിനെ പറ്റിയുള്ള സ്പീച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സ്പീച്ച് നമുക്ക് ശരിക്കും 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ 3 L'സിനെ പറ്റി, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, പിന്നെ നമുക്കൊരു കൺക്ലൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുക? 21ാം നൂറ്റാണ്ടിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുടെ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾ അവരുടെ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് 3 L's ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് നോക്കിക്കേ. ദ 21st century poses many challenges and the main challenge is the economic role of women. The 21st century poses many challenges. 21ാം നൂറ്റാണ്ട് ധാരാളം ചലഞ്ചുകളാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആൻഡ് ദ മെയിൻ ചലഞ്ചസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ദി ഇക്കണോമിക് റോൾ ഓഫ് വിമൻ, സ്ത്രീകളുടെ സാമ്പത്തികമായ പ്രാതിനിധ്യമാണ്. ഒന്നുകൂടെ നോക്കിക്കേ. ദ 21st century poses many challenges and the main challenge is the economic role of women. അടുത്ത പോയിന്റ് നോക്കിക്കേ. ദോ വിമൻ റെപ്രസെന്റ് ഹാഫ് ഓഫ് വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷൻ, ദേ ഏൺ ഓൺലി 3/4 as much as men. ദോ വിമൻ റെപ്രസെന്റ് ഹാഫ് ഓഫ് വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷൻ, ലോകത്തിൻ്റെ പോപ്പുലേഷനിൽ പകുതിയും സ്ത്രീകളാണെങ്കിലും ദേ ഏൺ ഓൺലി 3/4 as much as men. പുരുഷന്മാരുടെ അത്രയും തന്നെ എണ്ണം സ്ത്രീകളുണ്ടെങ്കിലും ദേ ഏൺ, അവർ സമ്പാദിക്കുന്നത്, അവർ ശേഖരിക്കുന്നത് എന്ന് പറയുന്നത് only 3/4 as much as men. പുരുഷൻ സമ്പാദിക്കുന്നതിൻ്റെ 1/3 മാത്രമാണ്.
Though women represent half of world's total population, they earn only 3/4 as much as men. What is the reason? Women remain blocked from contributing their true potential. സ്ത്രീകളെ അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, യഥാർത്ഥ കഴിവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. വിമൻ റിമെയിൻ ബ്ലോക്ക്ഡ്, ഒരു ബ്ലോക്കായിരിക്കുകയാണ്, ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ദ നീഡ് ഈസ് ടു ഹാവ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈസ് ടു ഹാവ് എ കൺസേർട്ടഡ് എഫേർട്ട്, നമ്മളെല്ലാവരോടും ചേർന്നിട്ടുള്ളൊരു ശ്രമം. എന്തിലേക്ക്? ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുക. വിത്ത് 3 L's. ഏതൊക്കെ 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ദ നീഡ് ഈസ് ടു ഹാവ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് ദ 3 L's, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ആദ്യം മുതൽ. ദ 21st century poses many challenges and the main challenge is the economic status of women. Though women represent half of world's total population, they earn only 3/4 as much as men. Women remain blocked from contributing their true potential. The need is to have a concerted effort to open the door to opportunity with the 3 L's, learning, labor and leadership. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയും എന്നുള്ളവർ ഈ ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ആ ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, ബാക്കിയുള്ളവർ എക്സ്പ്ലനേഷനോടെ കേൾക്കുക. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് ക്ലാസ്സിനൊപ്പം ഇരുന്ന് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഒരു തവണ കൂടെ പറയാം. The 21st century poses many challenges and the main challenge is the economic role of women. Though women represent half of world's total population, they earn only 3/4 as much as men. Women remain blocked from contributing their true potential. The need is to have a concerted effort to open the door to opportunity with the 3 L's, learning, labor and leadership. Now we are going to discuss about learning. Learning, educate women to empower them. സ്ത്രീകളെ എംപവർ ചെയ്യണമെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. മേക്ക് ഇറ്റ് എ സെൻറ്റൻസ്. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് വിമൻ ടു എംപവർ ദം. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതൊരു മാറ്റവും ഉണ്ടാക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഇറ്റ് ഹെൽപ്സ് വിമൻ to break the shackles of exclusion. എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ, ഷാക്കിൾസ് എന്ന് വെച്ചാൽ ചെങ്ങല. ഒറ്റപ്പെടലിൻ്റെ ചെങ്ങലകൾ ബ്രേക്ക് ചെയ്യുവാനായിട്ട് സ്ത്രീകളെ ലേണിംഗ് ഹെൽപ്പ് ചെയ്യും, എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലെറ്റ് us move on to the last point. There is an African adage, ഒരു ആഫ്രിക്കൻ സെയിങ് ഉണ്ട്. എന്താണ് ആഫ്രിക്കൻ സെയിങ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ഒരു ബോയിയെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നിങ്ങൾ ഒരു ആൺകുട്ടിയെ ട്രെയിൻ ചെയ്യുന്നു. ആൻഡ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്താൽ യു ട്രെയിൻ ദ എൻറ്റയർ വില്ലേജ്. നിങ്ങൾ ഒരു വില്ലേജിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ദർ ഇസ് എൻ ആഫ്രിക്കൻ അഡേജ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ പോയിന്റ്സ് നോക്കിക്കേ. എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഇറ്റ് ഹെൽപ്സ് വിമൻ to break the shackles of exclusion. There is an African adage, if you educate a boy you train a man, if you educate a girl you train a village. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നോക്കിക്കേ. The 21st century poses many challenges and the main challenge is the economic role of women. Though women represent half of world's total population, they earn only 3/4 as much as men. Women remain blocked from contributing their true potential. The need is to have a concerted effort to open the door to opportunities with the 3 L's. Now learning. Education is the foundation upon which any change is built. It helps women to break the shackles of exclusion. There is an African adage, if you educate a boy, you train a man. If you educate a girl, you train a village. Now let us move on to labor. Labor facilitates women to flourish and achieve their true potential. ലേബർ സ്ത്രീകളെ ഫെസിലിറ്റേറ്റ് ചെയ്യും, പ്രാപ്തരാക്കും. എന്തിന്? ടു ഫ്ലറിഷ്, വളരുവാനും, ടു അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുവാനും ലേബർ അവരെ സഹായിക്കും. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം? The problem is that women tend to get stuck. സ്ത്രീകൾ സ്റ്റക്ക് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. വിമൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് എങ്ങനെയുള്ള ജോലികളിൽ? ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്
ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. സാലറി കുറവുള്ള, സ്റ്റാറ്റസ് കുറവുള്ള, സെക്യൂരിറ്റി കുറവുള്ള ജോലികളിൽ സ്ത്രീകൾ ബ്ലോക്ക് ആവുന്നു. നോക്കിക്കേ, വിമൻ ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സ്. ആൻഡ് there should be a norm, equal pay for equal work. The basic norm should be equal pay for equal work. When there is the same level of education, there should be the same level of occupation. അപ്പോൾ നോക്കിക്കേ, ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് their true potential. The need is to have, there is a problem. The problem is that women tend to get stuck in low paying, low status, low security jobs. And there should be a basic norm, equal pay for equal work. തുല്യ ജോലിക്ക് തുല്യ വേതനം. When there is the same level of education, ഒരേ തരത്തിലുള്ള എഡ്യൂക്കേഷൻ വരുമ്പോൾ there should be the same level of occupation. ഒരേ തരത്തിലുള്ള ജോലിയാണ് ഉണ്ടാവേണ്ടത്. ലേബറിന് കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട്. We can skip the next point and we will move on to the next point. We have to promote more opportunities for women at the workplace. സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. We have to promote more opportunities for women at the workplace. We have to ensure that property and inheritance laws do not discriminate against women. Property inheritance laws, സ്വത്തവകാശ പാരമ്പര്യ അവകാശ നിയമങ്ങൾ സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. And education and healthcare policies should support women. Education healthcare policies സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. And women have to be given access to credit so that they can gain economic independence. Women have to be given access to credit. Access എന്ന് വെച്ചാൽ ലഭ്യത, ക്രെഡിറ്റ് എന്ന് വെച്ചാൽ കടം. സ്ത്രീകൾക്ക് കടത്തിന് പണം ലഭിക്കണം. Women have to be given access to credit so that they can achieve greater economic independence. അവർക്ക് സ്വാതന്ത്ര്യം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടുവാനായിട്ട് പണം കടത്തിന് ലഭിക്കണം. അപ്പോൾ നോക്കിയ ലേബറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് their true potential. But women tend to get stuck in low paying, low status, low security jobs. So there should be a norm that equal pay for equal work. With the same level of education, there should be the same level of occupation. We have to ensure that property and inheritance laws do not discriminate against women. Education and healthcare policies should support women. And women have to be given access to credit so that they can achieve greater economic independence. And now we move on to leadership. Leadership enables women to rise and fulfill their innate abilities and talents. Rise and fulfill, ഉയരുവാനും ഫുൾഫിൽ പ്രാപ്തമാക്കുവാനും എന്ത്? their innate abilities and talents, അവരുടെ ആന്തരികമായ കഴിവുകളെ പ്രാപ്തമാക്കുവാനായിട്ട് ലീഡർഷിപ്പ് സ്ത്രീകളെ സഹായിക്കും. ലീഡർഷിപ്പ് enables women to rise and fulfill their innate abilities and talents. But there is also a problem. What is the problem? When women are chosen as leaders, they tend to do as good a job as others. സ്ത്രീകളെ നമ്മൾ ലീഡേഴ്സ് ആക്കുമ്പോൾ അവർ മറ്റുള്ളവർ ചെയ്യുന്ന അതേ ജോലി ചെയ്യും. ലീഡറായിട്ടിരിക്കാതെ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാൻ ശ്രമിക്കും. Women tend to do as good a job as others. They make decisions. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാ? based on consensus building, ഒത്തൊരുമിച്ച് ചേർന്ന്, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തി, കമ്പാഷൻ, എല്ലാവരോടും അനുതാപം കാണിച്ച്, ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അവരുടെ സംരംഭം ദീർഘകാലം നിലനിൽക്കത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങളാണ് സ്ത്രീകൾ എടുക്കുക. പോയിന്റ് നോക്കിക്കേ, വിമൻ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. They make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. And the last point is, women lack the confidence to match their competence. സ്ത്രീകൾക്ക് അവരുടെ കോമ്പീറ്റൻസ്, അവരുടെ സ്കില്ലിനെ മാച്ച് ചെയ്യുന്ന കോൺഫിഡൻസ് ഇല്ല. Women lack the confidence to match their competence. അവരുടെ കോൺഫിഡൻസിനെ മാച്ച് ചെയ്യുന്ന കോമ്പീറ്റൻസ്, അവരുടെ കോമ്പീറ്റൻസിനെ മാച്ച് ചെയ്യുന്ന കോൺഫിഡൻസ് അവർക്കില്ല. കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ കഴിവ്, സ്കില്ലാണ്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ പോയിന്റ്സ് നോക്കിക്കേ. ലീഡർഷിപ്പ് ഇനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. Women tend to do as good a job as others. They make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. Women lack the confidence to match their competence. The last point, women have to change their mindset and reset the scenario in their favor. സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തിട്ട്
സെനാരിയോ, ആ ഒരു സിറ്റുവേഷൻ അവരുടെ ഫേവറിലേക്ക് മാറ്റണം. വിമൻ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ സെനാരിയോ ഇൻ ദെയർ ഫേവർ. ദേ ഹാവ് ടു ഡെയർ ദ ഡിഫറൻസ്. ദേ ഹാവ് ടു ഡെയർ ദ ഡിഫറൻസ്. സ്ത്രീ പുരുഷ വ്യത്യാസത്തെ അവർ വെല്ലുവിളിക്കണം. വാട്ട് വിൽ ഹാപ്പൻ? ദേ ഹാവ് ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് അപ്പ് റിസ്ക് എടുക്കണം. ആൻഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അവരുടെ കംഫർട്ട് സോണിന് പുറത്ത് വരാനുള്ള ധൈര്യം അവർ കാണിക്കണം. ദേ ഹാവ് ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് അപ്പ് റിസ്ക് ആൻഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ്, ഇഫ് ദേ ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. അവർ ഡിഫറൻസിനെ ഡെയർ ചെയ്താൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ആ ഡിഫറൻസ് ഡെലിവർ ചെയ്തോളൂ. So let's look at the conclusion. Women have to change their mindset and reset the scenario in their favor. They have to take up risk and step outside their comfort zones. They have to dare the difference. If they dare the difference will deliver. ഇത്രയുമാണ് വിമൻ എംപവർമെൻറ്റിലെ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ്. നമുക്ക് ആദ്യം മുതലൊന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കുക. The 21st century poses many challenges, and the main challenge is the economic role of women. Though women represent half of world's total population, they earn only 3/4 as much as men. Women remain blocked from contributing their true potential. The need is to have a concerted effort to open the door to opportunities with the 3 L's: learning, labor, and leadership. About education, we have to educate women to empower them. Education is the foundation upon which any change is built. There is an African adage, it helps women to break the shackles of exclusion. There is an African adage, if you educate a boy, you train a man, and if you educate a girl, you train a village. Labor facilitates women to flourish and achieve their true potential. But women tend to get stuck in low paying, low status, low security jobs. There should be a basic norm that equal pay for equal work. When there is the same level of education, there should be the same level of occupation. Then, property and inheritance laws should not discriminate against women. Education and healthcare policies should support women. Women have to be given access to credit so that they can gain greater economic independence. Moving on to leadership. Leadership enables women to rise and fulfill their innate abilities and talents. But women tend to do as good a job as others. They make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. Women lack the confidence to match their competence. Moving on to the conclusion, women have to change the mindset and reset the scenario in their favor. And they have to dare the difference. If they dare the difference will deliver. They have to take up risk and step outside their comfort zones. That's all about 3 L's of empowerment.